ഏറെ കൊട്ടിഘോഷിച്ചു തുടങ്ങിയ CPM നിയന്ത്രണത്തിൽ പ്രവർത്തിച്ച ചാനൽ വിറ്റതിനു പിറകെ അന്വേഷണവും ശക്തമായി. ആന്ധ്രാപ്രദേശിൽ CPMന്റെ നേതൃത്വത്തിൽ പ്രവർത്തിച്ച 10TV എന്ന ചാനലിനെതിരെയാണ് അന്വേഷണം പുരോഗമിക്കുന്നത്. തെലങ്കാന മുഖ്യമന്ത്രി ചന്ദ്രശേഖർ റാവുവിന് ചാനൽ വിറ്റതിലാണ് കേന്ദ്ര നേതൃത്വം അന്വേഷണം ആരംഭിച്ചത്. നോട്ടു നിരോധന സമയത്ത് CPMന് കീഴിൽ പ്രവർത്തിക്കുന്ന പ്രജാശക്തി 127.71 കോടിയുടെ പഴയ നോട്ടുകൾ മാറിയത് വിവാദമായിരുന്നു. അതിനു പിന്നാലെയാണ് ചാനൽ വിൽപ്പന സംബന്ധിച്ചും പാർട്ടിക്കുള്ളിൽ തന്നെ അഭിപ്രായ വ്യത്യാസം ഉടലെടുത്തിരിക്കുന്നത്. പ്രജാശക്തി കമ്പനിയുടെ ഉടമസ്ഥതയിൽ തന്നെയാണ് ചാനലും പ്രവർത്തിച്ചിരുന്നത്. അതേസമയം പ്രജാശക്തി ഉൾപ്പെടെ രാജ്യത്തെ 18 കമ്പനികൾക്കെതിരെ സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് അന്വേഷണം നടത്തുന്നുണ്ടെന്ന് കേന്ദ്രമന്ത്രി PP ചൌധരി കഴിഞ്ഞ ദിവസം ലോക്സഭയെ അറിയിച്ചു. പ്രജാശക്തിയുടെ അക്കൗണ്ടിലുള്ള 127.71 കോടി നിയമവിരുദ്ധ മാർഗങ്ങളിലൂടെ നേടിയതാണെന്നും ആരോപണമുയർന്നു. 2016 നോട്ടു നിരോധനത്തിന് പിന്നാലെയാണ് അക്കൗണ്ടിലേക്ക് വലിയ തോതിൽ പണം വന്നതെന്നാണ് പാർട്ടി വൃത്തങ്ങൾ പറയുന്നത്. ചാനലിന്റെ വിൽപ്പനയുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ മാർച്ചിൽ പോളിറ്റ് ബ്യൂറോ അംഗം BV രാഘവലു ഉൾപ്പെടെയുള്ള ചില നേതാക്കൾക്കെതിരെ കേന്ദ്ര നേതൃത്വത്തിന് പരാതി നൽകിയെങ്കിലും നടപടിയുണ്ടായില്ല. വിഷയത്തിൽ കേന്ദ്ര സർക്കാർ നടപടി സ്വീകരിക്കാൻ തുടങ്ങിയതോടെയാണ് കേന്ദ്ര നേതൃത്വം ഇപ്പോൾ അന്വേഷണം ആരംഭിച്ചിരിക്കുന്നത്. CPM മുഖപത്രം പ്രജാശക്തിക്കെതിരെ ഉയർന്ന സാമ്പത്തിക ആരോപണങ്ങൾ പരിശോധിക്കുമെന്ന് CPM ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി വ്യക്തമാക്കി. മറ്റാരുടെയോ പണം കമ്പനി അക്കൗണ്ടിൽ മാറിയെന്ന തരത്തിലാണ് ആരോപണമുയർന്നത്. ഇക്കാര്യം പാർട്ടി പരിശോധിച്ചു വരികയാണെന്നും യെച്ചൂരി കൂട്ടിച്ചേർത്തു. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.